ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ നാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് വളരെ ആശിച്ചും മോഹിച്ചും അവൾ ഒരു പട്ടുസാരി വാങ്ങിയത്. അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന ഒരു വിവാഹ ചടങ്ങിന് ഏറ്റവും ഭംഗിയായി ഉടുത്തുകൊണ്ട് പോകാനാണ് അവൾ താല്പര്യത്തോടെ അത് വാങ്ങിയത്. പുതുതായി ലഭിച്ച ആ പട്ടുസാരിയുടെ ഭംഗി അവൾ കണ്ട് ആസ്വദിക്കുന്നതിനിടയിൽ എവിടെ നിന്നോ അതിലൊരൽപ്പം അഴുക്ക് പുരണ്ടു. ആ കാഴ്ച കണ്ടപ്പോൾ അവൾക്ക് സങ്കടമായി. ആ അഴുക്ക് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനായി അവൾ വേഗത്തിൽ തന്നെ സാരി നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി. എന്നാൽ സാരി കഴുകി കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സ് തകർന്നുപോയി. പട്ടിന്റെ സ്വാഭാവികമായ നിറവും ഭംഗിയുമെല്ലാം നഷ്ടമായി. ഇത്രയധികം വില കൊടുത്ത് വാങ്ങിയ സാരി ഒട്ടും നല്ലതല്ലെന്ന് ബോധ്യമായ അവൾ പിറ്റേ ദിവസം തന്നെ ആ സാരി വാങ്ങിയ കടയിലെത്തി കച്ചവടക്കാരനോട് പരാതി പറഞ്ഞു. കച്ചവടക്കാരൻ ശാന്തനായി സാരി വാങ്ങി പരിശോധിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ സാരി നശിച്ചു പോയത് വില കുറഞ്ഞതുകൊണ്ടല്ല, വിലയറിയാതെ ഉപയോഗിച്ചതുകൊണ്ടാണ്. വില കൂടിയ ഇത്തരം സാരികൾ വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പാടില്ല എന്ന സുപ്രധാന കാര്യം അവൾ മറന്നുപോയിരുന്നു. വിലയേറിയ വസ്തുക്കൾക്ക് അതിൻ്റെതായ പരിചരണ രീതികളുണ്ട്. ആ സ്ത്രീക്ക് തൻ്റെ തെറ്റപ്പോഴാണ് ബോധ്യമായത്. മൂല്യമറിയാതിരുന്നപ്പോൾ താൻ സ്വന്തം കൈകളാൽ അതിനെ നശിപ്പിക്കുകയായിരുന്നു. പട്ടുസാരിയുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിലും ഈ ശ്രദ്ധ നാം കൈവശമാക്കേണ്ടിയിരിക്കുന്നു. ഹൃദയബന്ധങ്ങളായാലും സൗഹൃദങ്ങളായാലും മൂല്യമേറിയ ബന്ധങ്ങളെ വിലയെറിഞ്ഞ് സംരക്ഷിക്കണം. ഒരു വാക്ക് തെറ്റിയാൽ, ഒരു പ്രവൃത്തിയിൽ ശ്രദ്ധ കുറഞ്ഞാൽ, ഒരു പട്ടുസാരിയുടെ നിറം മങ്ങുന്നത് പോലെ ബന്ധങ്ങളുടെ സൗന്ദര്യവും നഷ്ടപ്പെട്ടേക്കാം. കഷ്ടപ്പെട്ടും ആഗ്രഹിച്ച് നേടിയെടുക്കുന്നവയ്ക്ക് നല്ല വിലയും പരിഗണനയും നൽകിയേ മതിയാകും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. അവ കാൽ കൊണ്ട് അവ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത് എന്ന ക്രിസ്തുവിന്റെ ഉപദേശം ജീവിതത്തിൽ വിലയേറിയതിന് കൊടുക്കേണ്ട പരിഗണനയെ സൂചിപ്പിക്കുന്നു. വില മനസ്സിലാക്കുന്നവനാണ് സംരക്ഷിക്കാൻ പഠിക്കുന്നത്. മൂല്യം തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നാം അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ പുലർത്തുന്നത്. സംരക്ഷിക്കുന്നവനാണ് നിലനിർത്താൻ കഴിയുന്നത്. ഒരു ബന്ധത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം വില കുറഞ്ഞതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടതെന്ന് പരാതി പറയുന്നതിന് പകരം നാം അതിന് അർഹിക്കുന്ന പരിചരണം നൽകിയോ എന്ന് സ്വയം ചോദിക്കണം. ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ കാര്യങ്ങൾ, അത് പട്ടുസാരി ആയാലും പ്രിയപ്പെട്ടവരുമായുള്ള സൗഹൃദമായാലും, നിശബ്ദമായി നശിച്ചു പോകുന്നത് അവഗണന കൊണ്ടാണ്. നാം നൽകേണ്ട ചെറിയ ശ്രദ്ധ, സ്നേഹം, പരിഗണന എന്നിവ ലഭിക്കാതെ വരുമ്പോൾ അവയുടെ തിളക്കം പതിയെ നഷ്ടമാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിലയേറിയതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ മൂല്യമനുസരിച്ച് സ്നേഹത്തോടെയും ശ്രദ്ധയോടെയും പരിപാലിക്കുക എന്നത് ശീലമാക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.